ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 18-ൻ്റെ 20 മുതൽ 33 വരെ. അതിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ഈ ഭാഗത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുന്ന ചിന്താവിഷയം ദേശത്തിൻ്റെ കാവൽക്കാരാവുക എന്നതാണ്. സോദോമിൻ്റെയും ഗോമോറുടെയും പാപം അതികഠിനമാകുന്നു എന്ന വാക്യത്തോടെയാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നത്. ഈ പ്രദേശങ്ങൾ നശിക്കപ്പെടാതിരിക്കുവാൻ അതിനുവേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നമുക്ക് മുൻപിൽ ഒരു വലിയ മാതൃക വരച്ചു കാട്ടുന്നു. ദേശത്തിന് അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഉണ്ടാകുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുവാനല്ല നമ്മെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദേശത്തിനു വേണ്ടി കാവൽ നിൽക്കുവാനായിട്ടാണ്. അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടന്മാരോടുകൂടി നീതിമാനെയും നീ സംഹരിക്കുമോ? ഇവിടെ അബ്രഹാം യഹോവയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചില നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തെ സംരക്ഷിക്കണമേ എന്നതാണ് അബ്രഹാമിൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശവും നമ്മുടെ ചുറ്റുപാടുകളും ഇന്ന് സങ്കീർണമായ സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വർഗീയ ചേരിതിരിവുകളും വിദ്വേഷം പരത്തുന്ന പ്രസ്താവനകളും ന്യൂനപക്ഷ പീഡകളും വർദ്ധിക്കുന്ന സാഹചര്യം. ഇവയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടവും പൗരപ്രമുഖന്മാരെ ഗൗനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ നാടിനെ അപകടത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണക്കാരനു വേണ്ടി നിലകൊള്ളുന്ന നീതിബോധമുള്ള പൗരരാകുവാൻ നമുക്കും കഴിയണം. ഭരണവർഗ നിലപാടുകൾ മൂലം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അരികുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾക്ക് വെളിച്ചമേകി ദേശത്തിൻ്റെ കാവൽക്കാരാകുവാനുള്ള നിയോഗം നമുക്കുണ്ട്. അതേറ്റെടുത്ത് മുന്നോട്ടു പോവുക. അതിനാൽ സാമൂഹ്യ അതിർവരമ്പുകളെയെല്ലാം തകർത്ത് ക്രിസ്തു മാതൃകയിൽ ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദേശത്തിൻ്റെ കാവൽക്കാരാകുവാനും സമൂഹത്തിൽ അവഗണനകൾ നേരിടേണ്ടി വരുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുവാനും അവരോടുകൂടെ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.